അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ മട്ടൻ മസാല പൗഡർ എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ തന്നെ സൂപ്പറായിട്ട് തയ്യാറാക്കുന്നതാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. കണ്ടു നോക്കി നോക്കൂ. ഇതെല്ലാ വീട്ടമ്മമാർക്കും അല്ലെങ്കിൽ അല്ലാതെ തന്നെ കുക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. കാരണം എന്ത് നമ്മുടെ മട്ടൺ ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഒക്കെ തയ്യാറാക്കുമ്പോൾ കുറേ ഉള്ളിയും തക്കാളിയും വഴറ്റിന്ന് വിചാരിച്ചിട്ട് രുചി കിട്ടില്ല കേട്ടോ. അതിൽ ചേർക്കുന്ന മസാലപ്പൊടിയാണ് എപ്പോഴും രുചി മണമൊക്കെ കൂട്ടാറ്. അപ്പോൾ അത് ഏറ്റവും സ്പെഷ്യലായിട്ട് നമുക്കതൊന്ന് തയ്യാറാക്കിയല്ലോ. കണ്ടു നോക്കി നോക്കൂ. ഇതെല്ലാവർക്കും ഉപകാരപ്പെടുന്നതുമാണ്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ പല രീതിയിലുള്ള മസാല പൗഡറിൻ്റെ റെസിപ്പീസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ട്, കണ്ടു നോക്കി നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറായിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം അറിയിക്കാനൊന്നും മറക്കല്ലേ. മട്ടൺ മസാലപ്പൊടി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 500 മല്ലിയാണ് എടുക്കുന്നത്. 1 കിലോ മല്ലി എടുക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് 500 മല്ലി എടുത്തത്. 1 കിലോക്ക് ആണെങ്കിൽ മില്ലിൽ അങ്ങനെ കൊടുത്ത് പൊടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ 500 മല്ലിക്ക് ഇവിടെ എടുക്കുന്നത് 50 ഗ്രാം പെരിഞ്ചീരകം. 50 ഗ്രാം പെരിഞ്ചീരകം മുഴുവനായിട്ട് വേണം. 1 കിലോ ആണെങ്കിൽ 100 ഗ്രാം പെരിഞ്ചീരകം എടുക്കുക. അപ്പോൾ ഇതാണ്ടതൊന്ന് ശരിക്കും ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ. കാരണം അത്രക്കും അഴുക്കുണ്ടാവും. അപ്പോൾ ഇതൊന്ന് കഴുകി വൃത്തിയാക്കാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെയിലത്ത് വെച്ചിട്ടൊന്ന് ഉണക്കിയെടുക്കുകയാണ്. ഇവിടെ നല്ല വെയിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. ഒരൊറ്റ ദിവസം തന്നെ മതി കേട്ടോ. അപ്പോൾ പെരിഞ്ചീരകവും മല്ലിയും കൂടെ ഒന്നിച്ചിട്ടാണ് കഴുകിയത്. അപ്പോൾ ഒന്നിച്ചിട്ട് തന്നെയാണ് അത് ഉണക്കാനും വേണ്ടി വെച്ചത്. കാരണം അത് പിന്നെ ഒന്നിച്ചിട്ട് തന്നെയാണ് വറുത്തെടുക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. അപ്പോൾ നിങ്ങളും പിന്നെ എന്താണ് മില്ലിലോട്ടേക്കൊക്കെ കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ 1 കിലോ അങ്ങനെ കഴുകി ഉണക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഇതാണ്ട് അടുത്ത ദിവസം ആയപ്പോഴത്തേക്കും തന്നെ അത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നല്ല സൗണ്ട് ഇങ്ങനെ മുരുമുരുങ്ങനായിട്ടുള്ള സൗണ്ട് വരുന്നുണ്ട് കേട്ടോ. അത്രയൊക്കെ നല്ല രീതിക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടൊക്കെ വേണ്ടത് കാശ്മീരിൻ്റെ മുളകാണ്. ഇതൊരു ചുവപ്പ് കളർ കിട്ടാനായിട്ടാണ്. എരിവ് വേണ്ടവർക്ക് എരിവുള്ള വറ്റൽമുളക് അങ്ങനെ എടുക്കാം. ഞാനിവിടെ കാശ്മീരിയാണ് എടുത്തത്. ഇതിലേക്ക് 300 ഗ്രാം കാശ്മീരിൻ്റെ മുളകാണ് എടുത്തത്. അതിപ്പോൾ എരിവുള്ളതാണെങ്കിലും 300 ഗ്രാം തന്നെ എടുത്തോളൂ. അപ്പോൾ 500 മല്ലിക്ക് 300 ഗ്രാം കാശ്മീരിൻ്റെ മുളക്. ഇനിയിപ്പോൾ 1 കിലോ മല്ലി എടുക്കുകയാണെങ്കിൽ 600 ഗ്രാം മുളക് എടുക്കാൻ വേണ്ടി മറക്കല്ലേ. അപ്പോൾ അതിൻ്റെ ഞെട്ടൊക്കെ പോക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ മല്ലിയിലോട്ടേക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇവിടെ വറുത്തെടുക്കുന്നത്. പെരിഞ്ചീരകം, മല്ലി, വറ്റൽമുളക്. അപ്പോൾ ഇതാണ്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഇട്ടിട്ട് ഒരു 20 മിനിറ്റ്സ് അങ്ങനെ നല്ല രീതിക്ക് വറുത്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു മല്ലിയും മുളകൊക്കെ കറക്റ്റായിട്ടുള്ള വറവായിട്ട് കിട്ടും. അതേപോലെ ഞാൻ എപ്പോഴും പറയുന്നതാണ്, വറുത്തെടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല കുഴിയുള്ള വലിയ പാത്രത്തിലിട്ടിട്ട് വറുത്തെടുക്കുകയാണെങ്കിൽ അത് നല്ല രീതിക്ക് തന്നെ നമുക്ക് വറുത്ത് കിട്ടുക. നല്ല ചെറിയൊരു പാത്രത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു വറവ് ശരിയാവില്ല. വലിയ ചെമ്പോ അല്ലെങ്കിൽ ഇതേപോലെ വലിയ പാത്രങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങനെ വറുത്തെടുക്കുമ്പോഴേ എല്ലാ സ്ഥലത്തോട്ടൊക്കെ ആ കറക്റ്റ് ചൂടും പിടിക്കും, വറവും കറക്റ്റാവും. അപ്പോൾ ഇതാണ്ട് ഒരു 20 മിനിറ്റ്സ് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് ചൂട് തണിഞ്ഞതിന് ശേഷമാണ് ഞാനിവിടെ പൊടിച്ചെടുക്കുന്നത്. കഴിഞ്ഞൊരു വീഡിയോയിൽ പിന്നെ മുളകും പൊടി, കാശ്മീരിൻ്റെ മുളകും പൊടി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് തന്നെയാണ് ഞാൻ ഈ ഒരു പൊടിയും കൂടെ തയ്യാറാക്കുന്നത്. അപ്പോൾ മിക്സിയുടെ ജാറിൽ ഓൾറെഡി അത് പൊടിച്ച് വെച്ചതിൻ്റെ ആ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ജാറിലിട്ടിട്ട് തന്നെയാണ് പിന്നെ ഞാൻ വീണ്ടും ഈ ഒരു മട്ടൺ മസാല പൊടിൻ്റെത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരൊറ്റ ദിവസം നമ്മൾ മെനക്കെടുകയാണെങ്കിൽ പൊടികളൊക്കെ നമ്മുടെ അടുക്കളയിൽ റെഡിയായി കിട്ടും. ഇത് പിന്നെ ഞാൻ 2 വീഡിയോ ആയിട്ട് അങ്ങനെ ഇട്ടെന്നുള്ളൂ കേട്ടോ. അതേപോലെ ചൂട് തണിഞ്ഞതിന് ശേഷം പൊടിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. നല്ല രീതിക്ക് തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിഞ്ഞ് കിട്ടും. അതേപോലെ മില്ലിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ പിന്നെ ശരിക്കും നിങ്ങൾ വറുത്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കണം മില്ലിൽ കൊടുക്കാൻ. ഇപ്പോഴൊക്കെ മില്ലിൽ വറുക്കുന്ന സിസ്റ്റം ഉണ്ടെന്ന് തോന്നുന്നു. എന്നാലും വേണ്ടില്ല, നമ്മുടെ ഒരു സമാധാനത്തിൽ വീട്ടിൽ തന്നെ വറുത്തിട്ട് മില്ലിലേക്ക് കൊടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കേ. അപ്പോൾ നല്ല രീതിക്ക് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ ഒരു തവണയും കൂടെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ബിരിയാണീൻ്റെ മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് നമ്മുടെ ബിരിയാണീൻ്റെ ഗരം മസാല ഉണ്ടല്ലോ, അതൊരു ടീസ്പൂൺ. അപ്പം ഇതിലോട്ടേക്ക് വേറെ പട്ട, ഗ്രാമ്പു, ഏലക്ക അങ്ങനത്തതൊന്നും ഇടേണ്ട ആവശ്യമില്ല. അത് നിങ്ങളുടെ വീട്ടിൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ മില്ലിൽ കൊടുക്കുകയാണെങ്കിൽ പൊടിച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് മിക്സ് ആക്കിയാലും മതി. അപ്പോൾ ഞാനിതാണ്ട് ബിരിയാണി മസാലേൻ്റെ പൊടി 1 ടീസ്പൂൺ ഇട്ട് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ഒന്ന് പൊടിക്കുകയാണ്. കാരണം അതൊരു ചെറിയൊരു തരിത്തരിപ്പും കൂടെ ഉണ്ട്. അതാണ് കേട്ടോ വീണ്ടും ഒന്ന് പൊടിച്ചെടുക്കുന്നത്. നല്ല നൈസായിട്ട് പൊടിഞ്ഞ് കിട്ടുകയാണെങ്കിലാണ് കറിക്കൊക്കെ നല്ല രീതിക്ക് ആ ഒരു പൊടി അങ്ങനെ മാച്ചാവുള്ളൂ. മറ്റേത് ഇങ്ങനെ
മുകളിൽ ഇങ്ങനെ പൊന്തി നിൽക്കും പോലാവും. പിന്നെ ഇതേപോലെയുള്ള പൊടികൾ കറക്റ്റായിട്ട് പൊടിച്ചെടുത്തിട്ടില്ലെങ്കിൽ. അപ്പോൾ ഏതാണ്ട് രണ്ടാമത്തെ തവണയും ഫുള്ള് പൊടിച്ചെടുത്തപ്പോൾ നല്ല നൈസായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നൈസായിട്ട് നമുക്ക് കിട്ടണം പൊടി, എന്നാലേ കറികളൊക്കെ അത് മിക്സായിട്ട് കിട്ടുള്ളൂ, ഇറച്ചിയിലൊക്കെ പിടിച്ച് കിട്ടുള്ളൂ. മറ്റേത് ഈ പൊടി വേറെയും കിടക്കും, പിന്നെ നമ്മുടെ ഇറച്ചി ഇതൊക്കെ ഒന്ന് വേറെയും കിടക്കും. അപ്പോൾ ഇങ്ങനെ തന്നെ പൊടിക്കാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ എന്താ മണം എന്നറിയോ, ഒരു രക്ഷയില്ല കേട്ടോ. ഈ ഒരു പൊടിൻ്റെ ഒരു രുചി എന്ന് പറയുന്നത് വേറെ ലെവലാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഉമ്മമാരും വല്യമ്മമാരും ഒക്കെ ഉണ്ടാക്കുന്ന പൊടികൾ തന്നെയാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ എൻ്റേതെന്ന് പറഞ്ഞിട്ടുള്ള സ്പെഷ്യലൊന്നും ചേർത്തിട്ടില്ല. നമ്മുടെ നാട്ടിൽ എൻ്റെ ഉമ്മയും വല്യമ്മയും എൻ്റെ ഉമ്മയൊക്കെ തയ്യാറാക്കുന്ന അതുപോലൊക്കെ തന്നെയാണ് കേട്ടോ ഞാനും പൊടികളൊക്കെ തയ്യാറാക്കാറ്. കാരണം എനിക്ക് അവരെ കറി, അതായത് എൻ്റെ ഉമ്മൻ്റെ, എൻ്റെ വല്യമ്മൻ്റെ ഒക്കെ എൻ്റെ ഉമ്മൻ്റെ ഒക്കെ കറി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊരു സ്പെഷ്യലാണ്. അവരെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അവരെ ഈ ഒരു സ്പെഷ്യൽ മസാലപ്പൊടിയാണ്. അതന്നെയാണ് ഞാനിപ്പോഴും ഫോളോ ചെയ്യുന്നത്, ആ ഒരു രുചി കിട്ടാനായിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ കാണേണ്ടവരാണെങ്കിൽ നിങ്ങളും ഇതുപോലെ തന്നെയുള്ള പൊടികൾ തയ്യാറാക്കി വെക്കുക. പാക്കറ്റ് പൊടിയൊന്നും വാങ്ങല്ല കേട്ടോ, ഒരു രുചി ഉണ്ടാവില്ല സത്യമായിട്ടും. നമ്മൾ ഉണ്ടാക്കുന്നതാണെങ്കിലേ അടിപൊളി തന്നെ ആയിരിക്കും കേട്ടോ, 100% ഗ്യാരണ്ടി. അപ്പോൾ പൊടിച്ച് കഴിഞ്ഞ പാടെ തന്നെ ജാറിലൊന്നും ആക്കി വെക്കല്ലേ. അതിൻ്റെ ചൂടൊക്കെ തണ്ണി കഴിഞ്ഞതിന് ശേഷം ഒരു ഡ്രൈ ആയിട്ടുള്ള ഏതെങ്കിലും ജാറിലോട്ടൊക്കെ ആക്കിയിട്ട് അങ്ങനെ എടുത്ത് വെക്കുക. അപ്പോൾ എനിക്കിപ്പോഴേ സമാധാനമായത്. മുളകും പൊടി, മല്ലിപ്പൊടി, ഇറച്ചി മസാലപ്പൊടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടെങ്കിലേ നമുക്കൊന്ന് സമാധാനമാവുള്ളൂ. പിന്നെ മല്ലിപ്പൊടിൻ്റെ റെസിപ്പി പിന്നെ ഞാൻ മുൻപിട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് വീണ്ടും ഞാൻ കാണിക്കാത്തത്. ഇനി ഈ ഒരു പൊടി വെച്ചിട്ട് ഞാനിവിടെ മട്ടൻ്റെ പിന്നെ കറിയല്ലേ കാണിച്ചു തരുന്നത്. ബീഫിൻ്റെ നാവിൻ്റെ കറിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീഫിൻ്റെ നാവ് എന്ന് പറയുന്നത്. അപ്പോഴത് ബീഫിൻ്റെ നാവ് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒരു തവണെങ്കിലും ട്രൈ ചെയ്ത് നോക്കട്ടോ. നമ്മുടെ ലിവറൊക്കെ കഴിക്കുന്ന അതിലൊരു രുചിയാണ് കേട്ടോ ഈ ഒരു ബീഫിൻ്റെ നാവ് എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റിലൊക്കെ പോകുന്ന സമയത്ത് നാവ് വാങ്ങാൻ കിട്ടുകയാണെങ്കിൽ വാങ്ങുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു പൊടി ചേർത്തിട്ട് മാത്രം തയ്യാറാക്കുക, സൂപ്പറായിരിക്കും. അപ്പോൾ ഇതിൻ്റെ തൊലി പോക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. മാർക്കറ്റിൽ നിന്ന് തന്നെ തൊലി പോക്കിയിട്ട് വാങ്ങാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ പോക്കിയ ശേഷം ഞാനിങ്ങനെ ക്യൂബ്സാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു അരമണിക്കൂറോളം ചൂടുള്ള വെള്ളത്തിൽ സോക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് തൊലിയൊക്കെ അടർത്തി പോക്കിയത്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വലിയുള്ളി വേണം 2 എണ്ണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള മട്ടൻ മസാലപ്പൊടി അതൊരു 2 ടീസ്പൂൺ, ഒരല്പം മഞ്ഞൾപ്പൊടി, നമ്മുടെ ഈ ഒരു നാവ് അരിഞ്ഞ് വെച്ചതും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം ബീഫോ മട്ടനോ എന്താണെങ്കിലും ഇതേപോലെ തന്നെ വെച്ചോളൂ. ഇനി നമുക്കിതിലേക്ക് ബീഫിൻ്റെ നെയ്യ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീഫിൻ്റെ നെയ്യ് കിട്ടുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് 1 ടീസ്പൂണോ 1 ടേബിൾ സ്പൂണോ അങ്ങനെ എടുത്തോളൂ. എന്നിട്ട് എല്ലാം കൂടെ മിക്സാക്കി കഴിഞ്ഞിട്ട് നേരെ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് വേറെ സ്പെഷ്യലായിട്ടൊന്നും വേണ്ട, നമ്മുടെ ഈ ഒരു മസാലപ്പൊടി മാത്രം മതി. ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തെന്നല്ലാതെ ഇതിലേക്കൊരു കുരുമുളക് പൊടിയോ അങ്ങനത്തതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇത്രയും മതി. എരിവൊക്കെ സെറ്റാണ് ഇതിലേക്ക് പിന്നെ വേറൊരു എരിവിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ വറ്റിച്ച് വേവിച്ചെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ രുചി എന്ന് പറയുന്നതുണ്ടല്ലോ വേറെ ലെവലാണ്. കാരണം ആ ഒരു ബീഫിൻ്റെ നെയ്യും ബീഫിൻ്റെ നാവും കൂടെ മിക്സാക്കിയാലുണ്ടല്ലോ രക്ഷയില്ല. ഇനി ഇതിലേക്ക് വേറെ വെളിച്ചെണ്ണ, ഓയിൽ അങ്ങനത്തതൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. കാരണം ആ നെയ്യിൽ നിന്ന് തന്നെ അത്യാവശ്യം നല്ല നെയ്യ് ഉരുകി വരും. അതിൽ തന്നെ കിടന്നിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് കിട്ടണം. ഇത് പൊറാട്ടൻ്റെ ഒക്കെ കൂടെ കൂട്ടി കഴിച്ചാലുണ്ടല്ലോ എൻ്റെ പടച്ചോനെ രക്ഷയില്ല കേട്ടോ. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണിത്. ഈ ഒരു മസാലപ്പൊടിയിൽ മട്ടൻ തന്നെ വെക്കണമെന്നില്ല കേട്ടോ. ബീഫ്, ചിക്കന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വെച്ചോളൂ. എന്നിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കറി വെക്കുക, അതേപോലെ വരട്ടിയതോ എന്തായാലും. അപ്പോൾ ഈ ഒരു മസാലപ്പൊടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ നാവ് കിട്ടുകയാണെങ്കിൽ എന്തായാലും വാങ്ങിയിട്ട് ഇതേപോലെ തന്നെ തയ്യാറാക്കി നോക്കട്ടോ. ഭയങ്കര എളുപ്പമാണ് ഈ ഒരു കറിയൊക്കെ തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു മസാലപ്പൊടിയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ കറിക്കൊക്കെ രുചി മണമൊക്കെ കൂടുതലായിരിക്കും. എന്തായാലും ട്രൈ ചെയ്യുക, അഭിപ്രായം അറിയിക്കുക. ഇനി നിങ്ങൾക്ക് സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും മസാലപ്പൊടീൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറയാൻ വേണ്ടി മറക്കരുത്. ബൈ ബൈ, അസ്സലാമു അലൈക്കും.